എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. ഇന്ന് ഒരു പെരുന്നാൾ സ്പെഷ്യലാണ്, ചിക്കൻ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഇവിടെ ഒരു 2.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് കട്ട തൈര് ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലൊരു പുളിയും മായവും കിട്ടാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂണ്, പിന്നെ കുരുമുളക്, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. അത് ഒരു 2.5 സ്പൂണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു മുട്ട വെള്ളം മാത്രം ഒഴിച്ചിട്ട് അത് ഒന്ന് കോട്ടിങ് ആവാൻ, അത് ഇതിൻ്റെ നമ്മൾ ഈ കായം പറ്റിയിട്ടുള്ള കായം വെളിച്ചെണ്ണയിലോട്ട് കലരില്ല, അതിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും പുറമെ. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, വറുത്ത് കൊരാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒന്നുകൂടെ കായം പറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ട്രിപ്പ് ആണ്ട് ഇട്ട് കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് മൊരിപ്പിച്ചെടുക്കാൻ. ഉള്ളൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പുറം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ പുറം മറിച്ചിടുക. അങ്ങനെ എല്ലാതും ഓരോന്നോരോന്നായിട്ട് ഒന്ന് മറിച്ചിടാം. ഇങ്ങനെ എല്ലാതും അങ്ങോട്ട് മറിച്ചിട്ട് ആ പുറം മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. ഇനി ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ജീരകശാല അരി 2.5 കിലോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കഴുകിയിട്ട് ഇത് നമ്മൾ റൈസ് കുക്കറിലാണ് ചെയ്യുന്നത്. ഇത് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് ചോറ് റെഡിയാവും. 1 ടേബിൾ സ്പൂണ് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യാം. ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇറക്കി വെക്കുക. അപ്പോൾ ഇതിവിടെ ഒരു മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ഇതൊന്ന് കോരിയെടുക്കാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചോറ് അരി തിളച്ചിട്ടുണ്ട്. ഇനി റൈസ് കുക്കറിലേക്ക് ഒന്ന് മാറ്റി വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ എടുക്കുക. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഊറ്റിയെടുക്കുക, അങ്ങനെ ഒന്നും ചെയ്യണ്ട. നല്ല ടേസ്റ്റും ഉണ്ടാവും, വറ്റിച്ചെടുത്ത ചോറ് പോലെ ഉണ്ടാവും. ഇനി നമുക്ക് സവാള വഴറ്റാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 5 സവാള അരിഞ്ഞു വെച്ചത് ഒന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് കുറുമ തയ്യാറാക്കാനുള്ള സവാളാണ്. ചെറുതാക്കി അരിയണം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ഉപ്പ് ആഡ് ചെയ്യുക. അത് നല്ലൊരു കളറ് കിട്ടാനും ടേസ്റ്റ് കിട്ടാനും വേണ്ടി നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇഞ്ചി പേസ്റ്റ്, പുതിന അരിഞ്ഞ് വെച്ചത്, അതൊക്കെ നമുക്ക് ഈ സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചത്, അത് ഒരു 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയും കൂടെ നല്ല പോലെ ഒന്ന് ഇട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറുമട ഏതാണ്ട് ഇത് മാവ് ശരിയായി വന്നിട്ടുണ്ട്. സവാള തക്കാളി. ഇനി അതിലോട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് മുളകും പൊടി, കറി മസാല ഒരു 1.5 ടീസ്പൂൺ തന്നെ കറി മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയായി വെളുത്തുള്ളി അതേപോലെ തന്നെ തക്കാളി സവാള
എല്ലാം കൂടതായിട്ട് നമുക്ക് ഒന്ന് ഇതായി വരണം. എന്നിട്ട് പിന്നെ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഇത് മറ്റേ വലിയ ചട്ടിയിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് ഇതിലിട്ടിട്ട് ആഡ് ചെയ്താൽ ശരിക്ക് വേവത്തില്ല. അപ്പോൾ നമുക്ക് വലിയ പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലിട്ട് ഒന്ന് അടച്ച് മൂടിയിട്ട് ഒരു ലോൺ ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് മൂടിയിടുക. അപ്പോൾ അതിൻ്റെ നീരൊക്കെ ഒന്ന് ഇറങ്ങി സവാളയുടെ എന്തൊക്കെ നീര കോഴിയിൽ പിടിച്ച് ചേർന്ന് നമുക്ക് ദമ്മ് ഇടാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ 2 പാത്രം ചോറിട്ട് കൊടുത്തതിന് ശേഷം ഇത് പാലിൽ മഞ്ഞൾ പൊടി കലക്കിയതിന് കളറൊന്നും ഞാനിവിടെ ഇടയുന്നില്ല. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ടീസ്പൂൺ പാലിലാണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പുതിന മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ട്രിപ്പ് അങ്ങനെ ചെയ്തിട്ട് വീണ്ടും നമുക്ക് ചോറിട്ട് കൊടുക്കുക. വീണ്ടും കളറ് ഒഴിച്ച് കൊടുക്കുക. മല്ലിച്ചപ്പും പുതിന വീണ്ടും ഇട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റെപ്പായിട്ട് അരിഞ്ഞ് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള വറുത്തെടുത്തതും ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ചിക്കന് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തുമായിട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും ചോറിട്ട് കൊടുത്തിട്ട് വീണ്ടും കളറ് ഇട്ട് കൊടുക്കുക. മഞ്ഞളും വെള്ളം മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും എത്തേണ്ടതിലൊക്കെ ഇടയിലൊന്ന് ഗ്യാപ്പിടുക. അല്ല കളറ് ഒരു ഭംഗി വരുള്ളൂ. ഇനി ഇതിൽ നമ്മൾ അരിഞ്ഞ് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാളയും ഇട്ട് കൊടുക്കുക. അല്ല വറുത്ത് വെച്ചത് പുതിന മല്ലിച്ചപ്പ് മേലെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്ത് അല്ലാതെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള 6 kg അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കണ്ടമാനം നെയ്യ് ഒഴിക്കാറില്ല, കുറഞ്ഞ നെയ്യിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചോറ് ഒന്ന് സ്റ്റീമാക്കി എടുക്കുക. ആവി കയറുന്ന വരെ ഇട്ടിട്ട് ഇത് ഇവിടെ സ്റ്റീമായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക്.